إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാൻ അതിന്റെ പകുതി നമ്മിൽ നിന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്ന ദിനങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടും ഉന്മേഷത്തോടും ആവേശത്തോടും കൂടി നന്മകൾ ചെയ്യുവാൻ നാം ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു ചരിത്ര സംഭവമായിരുന്നു ഹിജറ 2ാമത്തെ വർഷത്തിൽ നടന്ന ബദർ യുദ്ധം. പരിശുദ്ധ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ വലിയ യുദ്ധമായിരുന്നു ബദർ യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ 27ഓളം യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 9 യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പോരാടിയിട്ടുണ്ട്. അതിൽ ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളിലും, സൂറത്ത് തൗബയിലും സൂറത്ത് ആൽ ഇംറാനിലും അതുപോലെ തന്നെ അൻഫാലിലുമൊക്കെ പരാമർശിച്ചിട്ടുള്ള ഒരു യുദ്ധം കൂടിയാണ് ബദർ യുദ്ധം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത 27 യുദ്ധങ്ങളിൽ നിന്ന് 2 യുദ്ധങ്ങളുടെ പേരാണ് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് ബദർ യുദ്ധമാണ്, രണ്ടാമത്തേത് ഹുനൈൻ യുദ്ധമാണ്. ഈ 2 യുദ്ധങ്ങളും ഒരു പ്രത്യേകതയുണ്ട്. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷവും ശത്രുക്കൾ ഭൂരിപക്ഷവുമായിരുന്നു. എന്നാൽ ഹുനൈൻ യുദ്ധത്തിൽ നേരെ തിരിച്ചായിരുന്നു. മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷവും
ശത്രുക്കൾ മുസ്ലിമീങ്ങളെക്കാൾ കുറവുമുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ രണ്ട് യുദ്ധങ്ങളിലും മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ചില പാഠങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. ലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ന്യൂനപക്ഷമായിരുന്ന ആ ബദർ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇത് സൂറത്തു ആൽ ഇംറാനിൽ 123 ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചതാണ്. സൂറത്ത് തൗബയിൽ 25 ആയത്തിൽ കാണാം, ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാത്തിന കസീറ വയൗമ ഹുനൈനിൻ. ഹുനൈൻ യുദ്ധത്തിന്റെ ദിവസത്തിലും അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഹുനൈൻ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇത് അജബത്തുക്കും കസറത്തുക്കും. ബദറിനെ പോലെയില്ല. ഹുനൈൻ എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങളുടെ ആധിക്യം, നിങ്ങളുടെ എണ്ണക്കൂടുതൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയ ഒരു ദിവസമായിരുന്നു ഹുനൈൻ യുദ്ധം. സാധാരണ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷവും ശത്രുക്കൾ ഭൂരിപക്ഷവുമാണ് എല്ലാ യുദ്ധങ്ങളും സംഭവിക്കാറ്. പക്ഷേ ഹുനൈനിൽ അങ്ങനെ ആയിരുന്നില്ല. അത് മുസ്ലിമീങ്ങൾക്ക് വലിയ അജബുണ്ടാക്കി, അത്ഭുതമുണ്ടാക്കി, അവർക്ക് ചില താൻപോരിമയുണ്ടാക്കി. എന്നാൽ ഫലം തുഗ്നി അൻകും ഷൈഅ, നിങ്ങളുടെ ഭൂരിപക്ഷം കൊണ്ട് ഒരു ഉപകാരവും ആ യുദ്ധത്തിൽ ഉണ്ടായില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമല്ല, ന്യൂനതയില്ലാത്ത സത്യത്തിന്റെ പക്ഷത്തിനാണ് പലപ്പോഴും വിജയമുണ്ടായിട്ടുള്ളത്. ഫലം തുഗ്നി അൻകും ഷൈഅൻ വളാഖത് അലൈക്കുമുൽ അർളു ബിമാ റഹബത് സുമ്മ വല്ലൈതും മുദ്ബിരീൻ. ഭൂമി എത്ര വിശാലമായിത്തിരുന്നിട്ടും നിങ്ങൾക്കത് കുടുസായി തോന്നി, പിന്നീട് നിങ്ങൾ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കി ഹുനൈനിൽ സഹായിക്കുകയാണ് ചെയ്തത്. ഈ രണ്ട് യുദ്ധങ്ങളിൽ മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ഗുണപാഠങ്ങളുണ്ട്. ബദറാണ് നമ്മുടെ പശ്ചാത്തലത്തിലുള്ള വിഷയം. അതുകൊണ്ട് ബദറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 വർഷക്കാലം ജീവിച്ചു. അവിടുന്ന് അവസാനം ഗത്യന്തരമില്ലാതെ ഹിജ്റ പോകേണ്ടി വന്നു. പ്രവാചകനെയും മുസ്ലിമീങ്ങളെയും മക്കത്തെ മുശ്രിക്കുകൾ പുറത്താക്കുന്ന ഘട്ടമുണ്ടായി. ആ മുസ്ലിമീങ്ങളായ ആളുകൾ ഹിജ്റ പോയപ്പോൾ അവരുടെ സമ്പത്തെല്ലാം മക്കയിൽ വിട്ടേച്ചുകൊണ്ടാണ് പോയത്. മുശ്രിക്കുകൾ അവരുടെ സമ്പത്ത് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം ഹിജ്റ പോയി. അവസാനം ഈ മുസ്ലിമീങ്ങളുടെ സമ്പത്തും അതുപോലെ തന്നെ മക്കയിലുള്ള ആ വലിയ ധനികന്മാരായ ആളുകളുടെ സമ്പത്തും കൂട്ടി അബൂ സുഫിയാൻ എന്ന് പറയുന്ന അന്നത്തെ അവിടുത്തെ മക്കയിലെ നേതാവ് ഷാമിലേക്ക് യാത്ര പോയി കച്ചവടത്തിന് വേണ്ടി. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയും ആ കച്ചവട സംഘത്തെ നിരീക്ഷിക്കാൻ വേണ്ടി ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ, സഅദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമ ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ നിയോഗിച്ചു. മുസ്ലിമീങ്ങൾക്ക് ആ കച്ചവട സംഘത്തിന് വലിയ ലാഭമുണ്ടായിട്ടുണ്ട്. ആ ലാഭം മക്കയിൽ ചെന്നാൽ മുസ്ലിമീങ്ങൾക്കെതിരെ, മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾക്കെതിരെ ഒരു സൈനിക നീക്കം നടത്തുമെന്നും മുസ്ലിമീങ്ങൾക്ക് അതുകൊണ്ട് വലിയ ദോഷമുണ്ടാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രഹസ്യമായ രൂപത്തിൽ വിവരം ലഭിച്ചപ്പോൾ പ്രവാചകൻ ആ കച്ചവട സംഘത്തെ തടയാൻ തന്നെ തീരുമാനിച്ചു. അതാണ് യഥാർത്ഥത്തിൽ ബദറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്ത് എറിയപ്പെട്ടതാണ്. ഹിജ്റ 2ാമത്തെ വർഷമാണ് നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പോകുമ്പോൾ പ്രവാചകന്റെ കൂടെ 313 അതല്ലെങ്കിൽ 317 ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ആളുകളാണ് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നത്. സാധാരണ ഇസ്ലാമിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ ആ പ്രദേശത്തുള്ള മദീനയിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ആരോഗ്യമുള്ള, രോഗമില്ലാത്ത, ഉദ്റുകളില്ലാത്ത എല്ലാ പുരുഷന്മാർക്കും യുദ്ധത്തിൽ പങ്കെടുക്കൽ നിർബന്ധമായിരിക്കും. കാരണം എല്ലാവരും ഇസ്ലാമിക രാഷ്ട്രത്തിൽ പട്ടാളക്കാരായിരിക്കും. അതിൽ കാരണമില്ലാതെ പിന്തി നിന്നു കഴിഞ്ഞാൽ അതിന്റെ പണിഷ്മെന്റ് ഉണ്ടാകും, അച്ചടക്ക നടപടിയുണ്ടാകും. അതുകൊണ്ടാണ് തബൂക്ക് യുദ്ധത്തിൽ പിന്തി നിന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 ദിവസം അദ്ദേഹത്തോട് സംസാരിക്കരുതെന്നും സലാം പറയരുതെന്നും ഒക്കെ പറഞ്ഞ് സ്വന്തം ഭാര്യയോട് പോലും പിരിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത്. അത് അച്ചടക്ക നടപടിയുടെ ഭാഗമാണ്. എന്നാൽ ബദർ യുദ്ധത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ ആരെയും നിർബന്ധിച്ചിരുന്നില്ല. കാരണം ഒരു യുദ്ധം പ്രതീക്ഷിച്ചുകൊണ്ടോ ഒരു യുദ്ധത്തിന് വേണ്ടിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതെന്നുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമുള്ള ആളുകൾക്ക് പോരാം. അങ്ങനെ 82 മുഹാജിറുകളും 61 അൻസാരികളുമാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിൽ ആകെ 2 കുതിരകളുണ്ടായിരുന്നുള്ളൂ.
313 ആളുകൾക്ക് 2 കുതിരകൾ, ഒന്ന് സെയ്ദ് ബിൻ അവ്വാമിന്റെയും അതുപോലെ തന്നെ മിഖ്ദാദ് ബിൻ അസ്വദിന്റെയും കുതിരകൾ മാത്രം. 70ഓളം ഒട്ടകങ്ങൾ, 313ഓളം ആളുകൾക്ക് ആകെ സഞ്ചരിക്കാൻ 2 കുതിരകളും 70 ഒട്ടകങ്ങളുമാണ് ഉണ്ടായത്. അപ്പൊ ഒരു ഒട്ടകത്തിൽ ഒരാൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല, അത്രമാത്രം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹു അൻഹും അബൂ മുർസദ് റളിയല്ലാഹു അൻഹും ഈ 3 ആളുകൾ മാറി മാറിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിൽ യാത്ര ചെയ്ത് ബദറിലെത്തിയത്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെ മദീനയുടെ ഭരണകാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. പക്ഷെ വഴിയിൽ നിന്ന് അബൂ ലുബാബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ച് ഉമ്മു മക്തൂമിൽ നിന്ന് ആ ഉത്തരവാദിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ബദറിന്റെ കൊടി പിടിച്ചത് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അൻസാരികൾക്കും അതുപോലെ തന്നെ മുഹാജിറുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കൊടികൾ കൊടുത്തിരുന്നു. മുഹാജിറുകളുടെ കൊടി അലി റളിയല്ലാഹു അൻഹു പിടിച്ചിരുന്നു. അതുപോലെ തന്നെ അൻസാരികളുടെ കൊടി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പിടിച്ച് യുദ്ധം നടന്നു. 14 മുസ്ലിമീങ്ങളായ ആളുകൾ ഷഹീദായി. അതിൽ 6 മുഹാജിറുകളുണ്ട്, 8 അൻസാരികളുണ്ട്. മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് 70 ആളുകൾ കൊല്ലപ്പെടുകയും 70 മുശ്രിക്കുകളായ ആളുകൾ ബന്ദികളായി പിടിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് യുദ്ധത്തിന്റെ ചെറിയ രൂപം. ഈ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്നുള്ള ആളുകളും ആ സൈന്യത്തിലും അതേപോലെ തന്നെ മുസ്ലിമീങ്ങളായ ആളുകളുടെ സൈന്യത്തിലും നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ പറയാണ്, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനി ഇൽതഖതാ. ആ 2 സൈന്യങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ ആ 2 സൈന്യങ്ങളിലും നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്. അതിൽ ഒരു സൈന്യം അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകളാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം. വഖുറാ കാഫിറത്തുൻ. രണ്ടാമത്തെ സൈന്യമാരാണ്? അബൂജഹലിന്റെയും അതുപോലെ മറ്റുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള കാഫിറുകളുടെ സൈന്യമാണ്. യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ. മുസ്ലിമീങ്ങളായ ആളുകളുടെ സൈന്യത്തെ ശത്രുവിന്റെ കണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയായി കാണിച്ചു കൊടുത്തു. ഇത് അല്ലാഹുവിന്റെ ഒരു സഹായമായിരുന്നു. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ. അല്ലാഹു അവന്റെ സഹായം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ശക്തിപ്പെടുത്തുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. കണ്ണുള്ള ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ഇതെല്ലാം ഗുണപാഠമുണ്ട്. അപ്പോൾ ബദറിൽ പങ്കെടുത്ത മുശ്രിക്കുകളുടെ സൈന്യങ്ങളിലും നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മുസ്ലിമീങ്ങളുടെ സൈന്യങ്ങളിലും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുപോലെ തന്നെ ബദർ യുദ്ധവുമായി കൊണ്ട് ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ, ഗുണപാഠങ്ങൾ മുസ്ലിമീങ്ങൾ, ലോകാവസാനം വരേക്കുമുള്ള മുസ്ലിമീങ്ങൾ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഒന്നാമത്, ബദർ നടന്നത് നമുക്കറിയാം വിശുദ്ധ റമദാനിലാണ്. റമദാൻ 17-നാണ് ബദർ നടന്നത്. ഹിജ്റ 2ാമത്തെ വർഷമാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. ആ വർഷം തന്നെയാണ് ബദർ യുദ്ധവും നടന്നിട്ടുള്ളത്. അപ്പൊ റമദാൻ എന്ന് പറഞ്ഞാൽ സാധാരണയായി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയതുപോലെ, അല്ലെങ്കിൽ ചില ആളുകളുടെ പ്രവർത്തന പദത്തിൽ കാണുന്ന പോലെ ഒരു ആലസ്യത്തിന്റെയും ഉറക്കിന്റെയും മാസമായി സഹാബത്തോ നബിയോ റമദാനെ മനസ്സിലാക്കിയിട്ടില്ല. ഒരു ബദർ യുദ്ധം മാത്രമല്ല റമദാൻ നടന്നത്, തബൂക്കിലേക്കുള്ള യാത്രയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം വിജയിച്ചടക്കിയതും റമദാനിലായിരുന്നു. മക്കം ഫത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിച്ചത് റമദാനിലാണ്. പക്ഷേ പ്രവാചകൻ നോമ്പ് നോറ്റിയിരുന്നില്ല. കാരണം യുദ്ധ സന്ദർഭങ്ങളിൽ നോമ്പ് നോൽക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി സഹാബത്തിന് നിർദ്ദേശം കൊടുക്കാൻ. കാരണം നോമ്പ് നോറ്റ സ്വാഭാവികമായിട്ട് ക്ഷീണം അതുപോലെ തന്നെ കുഴക്കമെല്ലാം ഉണ്ടാവും. ഒരു യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ ശക്തി പൂർണ്ണമായും പുറത്തെടുക്കേണ്ട സന്ദർഭമാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പ്രവാചകൻ നോമ്പ് നോൽക്കാനല്ല സഹാബത്തിനോട് കൽപ്പിച്ചിരുന്നത്, നോമ്പ് ഒഴിവാക്കാൻ. പിന്നീട് നോമ്പ് അവർ നോറ്റുവിട്ട് കാണിച്ചത്. അതേപോലെ തന്നെ ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. മുസ്ലിമീങ്ങളായ ആളുകൾ എപ്പോഴും മനസ്സിലാക്കേണ്ട, ഏത് കാലഘട്ടത്തിലും മനസ്സിലാക്കേണ്ട ഒരു പാഠം, നമ്മുടെ കൂടെ സത്യമുണ്ടെങ്കിൽ മാത്രം അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല. നമ്മൾ ഹക്കിലാണ് എന്നതുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെന്നില്ല. അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി നമ്മൾ കേണപേക്ഷിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിനോട് നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ തലേ ദിവസം തന്റെ 2 കരങ്ങളും ആകാശത്തേക്കുയർത്തി കണ്ണ് നനച്ച് തന്റെ വസ്ത്രങ്ങൾ, തന്റെ മുണ്ട് വരെ താഴേക്ക് വീണുപോകുമാറ് പ്രവാചകൻ തന്റെ കൈകൾ വിറപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിൽ ഉസാബ ഫഇന്നക ലം തുഅബദ് ഫിൽ അർദ്. അല്ലാഹു, ഈ ബദറിൽ ഒരുമിച്ച് കൂടിയ 313 വരുന്ന ആളുകൾ, ഈ കൊച്ചു സംഘത്തെ നീ ഇവിടെ വെച്ച് നശിപ്പിക്കുകയാണെങ്കിൽ
നിനക്ക് മാത്രം ആരാധനകൾ അർപ്പിക്കുന്ന, നിന്നെ ആരാധിക്കുന്ന ഒരു സംഘം ഇനി ഭൂമിയിൽ ഉണ്ടാവുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും അങ്ങനെ അള്ളാഹുവിനോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു. അത് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാൽ പറഞ്ഞിട്ട്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫി മിനൽ മലായികതി മുർദിഫീൻ. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. ഇസ്തിഗാസ നടത്തേണ്ട ആരോടാണ്? മരിച്ച ആൾക്കാരോടല്ല, അമ്പിയാക്കന്മാരോടല്ല, ഔലിയാക്കന്മാരോടല്ല, ഏതെങ്കിലും ആളുകളോ ജാറങ്ങളോടല്ല. ഇത് തസ്തഗീസൂന റബ്ബക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ആദ്യമായിക്കൊണ്ട് യുദ്ധത്തിന് പോവുകയാണ്. ആ പ്രവാചകന്റെ മുമ്പ് മരിച്ചുപോയി ഒരുപാട് പ്രവാചകന്മാരുണ്ട്, യുദ്ധം നടത്തിയ പ്രവാചകന്മാരുണ്ട്. സുലൈമാൻ നബിയുണ്ട്, അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുണ്ട്. ഇവരൊക്കെ യുദ്ധം നടത്തിയ പ്രവാചകന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? തന്റെ മുമ്പ് മരിച്ചുപോയ പ്രവാചകന്മാരെ വിളിച്ചിട്ടൊരു സഹായം ചോദിച്ച് ഇസ്തിഗാസ നടത്തിയോ? ഇല്ല, അത് പാടില്ല, അത് ശിർക്കാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ തന്നെ സഹോദരന്മാരെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഫസ്തജാബ ലക്കും, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ ഫസ്തജാബ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബിഅൽഫി മിനൽ മലായികതി മുർദിഫീൻ. ശത്രുക്കളുടെ എണ്ണം 1000 അതുകൊണ്ട് 1000 മലക്കുകളെ ഞാൻ അയച്ചുതരും. നിങ്ങൾക്ക് ശക്തി ഉണ്ടാകാൻ വേണ്ടി, നിങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശത്രുക്കളുടെ എണ്ണം എത്രയുണ്ടോ 1000 അവിടെ എണ്ണമെങ്കിൽ 1000 മലക്കുകളെ ഞാൻ നിങ്ങൾക്ക് അയച്ച് നിങ്ങളെ സഹായിക്കും. എപ്പോഴാണല്ലോ പറഞ്ഞത്? ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ. അപ്പൊ സഹോദരന്മാർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, നമുക്ക് അള്ളാഹുവിനോടൊരു ആവശ്യം ചോദിക്കാണ്ടെങ്കിൽ നിരന്തരമായി ചോദിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് തരാൻ കഴിവുള്ളവനാണ് പടച്ച റബ്ബ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ചോദിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളെന്നോട് ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് നൽകും. അപ്പൊ നിരന്തരം വിശുദ്ധ റമദാനിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ബദറിലേക്ക് വരുമ്പോൾ അവരും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്. കാരണം പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും ഘട്ടങ്ങളിൽ മക്കയിൽ ജീവിച്ച മുശ്രിക്കുകളായ ആളുകൾ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാറേയില്ല. പ്രയാസമില്ലാത്ത വല്ല ഘട്ടങ്ങളിലും അവർ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും വിഗ്രഹാരാധനയൊക്കെ നടത്തുമെങ്കിലും അവർക്കൊരു പ്രയാസം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ അവർ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. അബൂജഹൽ കഅബയുടെ കില്ല് പിടിച്ചുകൊണ്ടാണ് ബദറിലേക്ക് പോരുമ്പോൾ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ മൻസുർ അക്രമൽ ജുന്ദൈൻ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ചരിത്രത്തിൽ കാണാം. അല്ലാഹുമ്മ മൻസുർ അക്രമൽ ജുന്ദൈൻ, അല്ലാഹുവേ ഈ ഏറ്റുമുട്ടാൻ പോകുന്ന 2 സൈന്യങ്ങളിൽ ഏറ്റവും മാന്യമായ സൈന്യത്തെ നീ വിജയിപ്പിക്കണമെന്ന്. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുത്തു. റസൂലുള്ളാഹിന്റെ സൈന്യത്തെ വിജയിപ്പിച്ചു. അവർക്കൊരു പ്രയാസം വന്നാൽ ലാത്തയോ ഉസ്സയോ മനാത്തയോ ഒരു പടപ്പിനെയും ഒരു പ്രവാചകനെയും വിളിച്ച് തേടാറില്ല. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ, ഫൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിലൂടെ യാത്ര പോകുമ്പോൾ, ആ കപ്പൽ ആടിയുലയാൻ തുടങ്ങുമ്പോൾ, വെള്ളത്തിന്റെ തിരമാലകൾ ആ കപ്പലിനെ ചുറ്റി പൊതിയാനിരിക്കുമ്പോൾ അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. എന്നാൽ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, ആ പ്രാർത്ഥന കേട്ട് അല്ലാഹു ഉത്തരം നൽകി അവരെ കടലിൽ നിന്ന് കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഇദാഹും യുശ്രികൂൻ, അപ്പോഴാണ് അവർ ശിർക്ക് ചെയ്യുക. പ്രയാസമില്ലാത്ത ഘട്ടത്തിലാണ് ശിർക്ക് ചെയ്യുക. എന്നാൽ നമ്മുടെ ഖൗമിന്റെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ എന്താണെന്ന്. ഒരു പ്രയാസം വന്നാൽ അവർ അല്ലാഹു അല്ലാത്തവരിലേക്കാണ് ആദ്യം തിരിയുന്നത്, പടച്ചവനിലേക്ക് തിരിയുന്നില്ല. ഒരു വെള്ളപ്പൊക്കം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു രോഗം വന്നാൽ, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വന്നാൽ അല്ലാഹു അല്ലാത്ത അമ്പിയാക്കന്മാരിലേക്കും മൗലിയാക്കന്മാരിലേക്കും തിരിയുന്ന സമുദായത്തെ നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാർ, ഇതൊരിക്കലും ഇസ്ലാമികമായി കൊണ്ട് ശരിയല്ല. ഇത് ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തന്ന ഒരു വലിയ ഗുണപാഠമാണ്. ഒരു പ്രയാസം വന്നാൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. മുശ്രിക്കുകൾ പോലും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബദരീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഈ ഉമ്മത്തിൽ ജീവിച്ച ഏറ്റവും മഹാന്മാരാണ് ബദറിൽ പങ്കെടുത്ത 313 ആളുകളും. അതവിടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും ബദരീങ്ങളെ സംബന്ധിച്ചും നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ വിശ്വസിക്കുന്ന എന്താ, എല്ലാ കാര്യങ്ങളും അവർ അറിയും, ഗൈബിയായ കാര്യങ്ങൾ അറിയും, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാഞ്ഞാന്നാങ്ങളെ കൽബകമെന്നവർന്ന വിശ്വാസമാണ് നമ്മുടെ സമൂഹത്തിൽ പല ആളുകൾക്കുമുള്ളത്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ യുദ്ധം നടക്കുമെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിക്കൊണ്ട് അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുമായിരുന്നു, സഹാബത്തിനെ കൂട്ടി പോകുമായിരുന്നു.
ഒരു മുന്നൊരുക്കവുമില്ലാതെ ഒരു കച്ചവട സംഘത്തെ തടയുക എന്ന ലക്ഷ്യം മാത്രത്തിലാണ് പ്രവാചകൻ അവിടേക്ക് പോയത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ വലൗ അറാദുൽ ഖുറൂജ ലഅദു ലഉദ്ദ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അവർ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ അവർ നടത്തുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ പ്രവാചകൻ മുന്നൊരുക്കം നടത്താത്തത് എന്തുകൊണ്ടാണ്? അവിടെ എന്താ നടക്കാൻ പോകുന്നത് അറിയില്ല. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഖുൽ നബിയെ നിങ്ങൾ പറയണം, ലാ യഅലമു ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശങ്ങളിലും അത് മലക്കുകളാണെങ്കിലും ജിബ്രീലാണെങ്കിലും മീകായിലാണെങ്കിലും വാനലോകത്തുള്ളവരാണെങ്കിലും വൽ അർദ് ഭൂമിയിലുള്ളവരാണെങ്കിലും ഗൈബ് അല്ലാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, ഒരു പ്രവാചകനും അറിയില്ല. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, ഇനി മരിച്ചുപോയവരാണെങ്കിൽ പോലും ആ മരിച്ചവർക്ക് എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നറിയില്ല. ഇനി നിങ്ങൾ നോക്കൂ, ബദരീങ്ങളിൽപ്പെട്ട ആളാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാ കൊല്ലപ്പെട്ടത്? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് സുബഹി നിസ്കരിക്കാൻ നേരത്ത് ഒരു അബൂലുഅത്ത് എന്ന് പറയുന്ന ഒരു മജൂസിയായ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹു വയറ്റിൽ 6-7 കുത്തുകുത്തിയതല്ലേ. അപ്പൊ തന്റെ സ്വന്തം ബാക്കിൽ നിൽക്കുന്ന വ്യക്തിയുടെ അരയിൽ തന്നെ കൊല്ലാനിരിക്കുന്ന കടാരിയിരിക്കുന്നു എന്ന വിവരം ബദരീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബദറിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ബദരീങ്ങളിൽ ഉൾപ്പെടുന്ന സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ രോഗിയായി കിടന്നപ്പോൾ അവരെ പരിചരിക്കാൻ വേണ്ടി പ്രവാചകൻ അവർക്ക് പ്രത്യേക അനുവാദം കൊടുത്തുകൊണ്ട് ബദറിൽ അദ്ദേഹം പങ്കെടുത്തില്ല. പക്ഷെ ബദറിന്റെ ഗനീമത്ത് സ്വത്തടക്കം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓഹരി വെച്ചു കൊടുത്തിട്ടുണ്ട്. ബദരീങ്ങളുടെ പേരുകളിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടത്. ബദറിൽ പതാക വഹിച്ചിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സുബഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ ഒളിഞ്ഞിരുന്ന ഖവാരിജ് എന്ന് പറയുന്ന ഇസ്ലാമിൽ ഒന്നാമത്തെ ബിദ്അത്തിന്റെ കക്ഷി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ചെയ്തത്. ആ വെട്ടേറ്റുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് മരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, തന്റെ തൊട്ട മുമ്പിലിരിക്കുന്ന ശത്രുവിനെ കാണാൻ ബദരീങ്ങളിൽപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മുടെ കൗം വിശ്വസിക്കണം എന്താ? ബഗ്ദാദിൽ കിടന്ന് മറമാടി കിടക്കുന്ന മൊയ്തീൻ ശൈഖ് എന്ന് പറഞ്ഞ ബദരീങ്ങൾ പോലുമല്ല, അവർ പോലും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആളുകൾ വിവരങ്ങളൊക്കെ അറിയുമെന്ന് വിശ്വസിക്കുമ്പോൾ അത് എത്രമാത്രം അബദ്ധജടിലമായ വിശ്വാസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതുപോലെ തന്നെ ക്ഷമിക്കുന്ന ആളുകൾക്കുള്ളതാണ് സഹോദരന്മാരെ അള്ളാന്റെ സഹായം. അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ ക്ഷമിക്കണം, പ്രയാസപ്പെടണം. യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ നിങ്ങൾ ഈമാനുള്ളവരാകണം, നിങ്ങൾ ക്ഷമിക്കണം, അതുപോലെ തന്നെ നല്ലവണ്ണം ക്ഷമിക്കണം. സ്ബിറു വസാബിറു, ക്ഷമയിൽ ഉറച്ചു നിൽക്കണം. വറാബിതു, നിങ്ങൾ ഉറച്ചു നിൽക്കണം, ചിതറിപ്പോകാൻ പാടില്ല, പതറിപ്പോകാൻ പാടില്ല. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ ലഅല്ലകും തുഫ്ലിഹൂൻ, അപ്പൊ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ വിജയം ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വെറും 313 ആളുകളാണ് 1000-ലധികം വരുന്ന ആളുകൾക്കെതിരെ വിജയം നേടിയത്. എന്തുകൊണ്ടാണ്? അവർ പേടിച്ചു പോയിട്ടില്ല, അവർ ക്ഷമിച്ച് നിന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം കൊടുത്തത്. അതുപോലെ തന്നെ പടച്ച റബ്ബിൽ അവർ തവക്കുലാക്കി. ഇനി പ്രയാസങ്ങൾ വന്നു, ഇനി പിന്തിരിഞ്ഞോടുന്ന അവസ്ഥയിൽ ഇനി പടച്ച റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് സഹാബത്തിനെ പഠിപ്പിച്ചത്. ഒരു മുന്നോട്ട് വെച്ച കാലം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിന്നോട്ട് വെക്കുന്ന ചരിത്രം ഒരു മുസ്ലിമിനില്ല. അത് അള്ളാഹു തവക്കുലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അള്ളാഹ് പറഞ്ഞു, അള്ളാഹുൽ ആരെങ്കിലും തവക്കുലാക്കിയാൽ അവൻ മതി. അവിടെ എണ്ണം പ്രശ്നമില്ല, വണ്ണം പ്രശ്നമില്ല, ആയുധം പ്രശ്നമില്ല. എത്രയാണോ അള്ളാഹുൽ അവിടെ തവക്കുലിന്റെ കാഠിന്യം എത്രയുണ്ടോ അത്രയും അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങൾ അവരിൽ എത്തിക്കുന്നതാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറ, അള്ളാഹ് എല്ലാ കാര്യങ്ങൾക്കും ഖദർ കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു ചോദിച്ചത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹു തവക്കുലാക്കുന്ന അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ എന്ന് അള്ളാഹു ചോദിക്കാനുള്ള കാരണം അതാണ്. ഇനി മാത്രമല്ല സഹോദരന്മാരെ, ഇപ്പൊ നമ്മളും ഇന്നത്തെ സമുദായത്തിൽ ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലം നമുക്കറിയാലോ. മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു ഉമ്മത്തിനെ സഹായിക്കുമാറാവട്ടെ. പക്ഷെ എന്തുകൊണ്ടാണ് സഹായങ്ങൾ വൈകിപ്പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിനെ അങ്ങോട്ട് സഹായിക്കുന്നവരെയാണ് അള്ളാഹ് ഇങ്ങോട്ട് സഹായിക്കുക. അള്ളാഹിനെ അങ്ങോട്ട് സഹായിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ സഹായിക്കണം, ദീനിന് വേണ്ടി പണിയെടുക്കണം, ദീനിന് വേണ്ടി പ്രയത്നിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും.
വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. വെറുതെ സഹായിച്ചോളണമെന്നില്ല. അള്ളാഹുവിനെ നിങ്ങൾ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വിശദീകരിച്ച് മുഫസ്സിറുകളൊക്കെ പറഞ്ഞെന്താ? അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ അഥവാ വിശുദ്ധ ഖുർആനെയും ആ ഇസ്ലാമിനെയും പ്രവാചകനെയും ആ പ്രവാചകൻ കൊണ്ടുവന്ന ദീനിനെയും സഹായിക്കണം. നമ്മൾ ആ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കണം. ആ ദീനിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം. ഇന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, റമദാന്റെ തുടക്കത്തിലൊക്കെ നമ്മുടെ പള്ളികളൊക്കെ സുബഹിക്കൊക്കെ എത്രയായിരുന്നു, തറാവീനൊക്കെ ആള് പള്ളി നിൽക്കാൻ സ്ഥലം ഇവിടെ പോയി അവരൊക്കെ കുറഞ്ഞില്ല, എണ്ണം കുറഞ്ഞു. സാധാരണ അവസാനമാകുമ്പോഴേക്കും ഈമാൻ കൂടെ വേണ്ടത്. പക്ഷെ നമ്മൾക്ക് പലപ്പോഴും എന്താ വെച്ചാൽ അവസാനമാകുമ്പോൾ ഈമാൻ കുറഞ്ഞു വരിക. പള്ളികൾക്ക് തറാവീന് ആള് കുറഞ്ഞുപോയി, സുബഹിക്ക് ആള് കുറഞ്ഞുപോയി. ഇതാണ് ഇപ്പൊ നമ്മുടെ അള്ളാഹുവിന് ദീനിനെ സഹായിക്കുന്ന വിധം. ഈ വിശുദ്ധ റമദാൻ 15 നോമ്പ് പിന്നിട്ടിട്ട് നമ്മൾ എത്രമാത്രം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, എത്ര ജമാഅത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു, എത്ര ജമാഅത്തുകൾ തക്ബീറത്തുൽ ഇഹ്റാമോട് നമുക്ക് കിട്ടി. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ എവിടെയാണ് അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ചത്? പിന്നെ എങ്ങനെയാണ് നമ്മളൊരു പ്രയാസം വരുമ്പോൾ പടച്ചോനെ കാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീനുമായി കൊണ്ട് ഒരു ബന്ധവുമില്ലെങ്കിൽ, സഹോദരന്മാരെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചെങ്കിൽ തന്നെയാണ് അള്ളാഹ് നിങ്ങളെ സഹായിക്കുള്ളൂ. വയസബ്ബിത ഖദാമക്കും, അപ്പോഴാണ് അള്ളാഹ് നിങ്ങളുടെ പാദങ്ങളെ ശത്രുവിന്റെ മുന്നിലും ഏതൊരുത്തന്റെ മുന്നിലും പാദം പതറാതെ നിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനെ നമ്മൾ സഹായിച്ചുകൊണ്ടേയിരിക്കണം. അതിന് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് പുലർത്താനുമുള്ള ഒരു ജാഗ്രത സഹോദരന്മാരെ നമുക്ക് കിട്ടണം. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകണം. നിങ്ങൾ ആലോചിച്ചു, ബദറിൽ മുസ്ലിമീങ്ങളെ പല രൂപത്തിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. വെറും 313 ആളുകൾ നിരായുധരാണവർ. അവർ ശത്രുവിന്റെ എണ്ണം അവിടെ കണ്ണിൽ കുറച്ച് കാണിച്ചു കൊടുത്തു. ശത്രുവിന് മുസ്ലിമീങ്ങളുടെ എണ്ണം കൂട്ടി കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് യുരീകുമുല്ലാഹു ഫീ മനാമിക ഖലീല, പ്രവാചകന്റെ സ്വപ്നത്തിൽ അവിടെ എണ്ണം കുറച്ച് കാണിച്ചു കൊടുത്തു. മലക്കുകളെ ഇറക്കി സഹായിച്ചു. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ ഇടയ്ക്ക് തലേ ദിവസവും യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും നല്ല ഒരു ചെറിയ മയക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് കൊടുത്തു. തലേ ദിവസം നമുക്കറിയാം, നാളെ യുദ്ധം നടക്കാൻ പോകുകയാണെങ്കിൽ ഇന്ന് സ്വാഭാവികമായിക്കൊണ്ട് മുസ്ലിമീങ്ങളുടെ ആൾക്കാർ ബേജാറുണ്ടാകും. ആരായാലും ഉണ്ടാകുമല്ലോ. കാരണം ആദ്യമായിട്ടാണ് യുദ്ധത്തിലേക്ക് മുസ്ലിമീങ്ങൾ എടുത്തറിയപ്പെടുന്നത്. പക്ഷെ അന്ന് തലേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് യുഗ്ശീകുമുൻ നആസ്, തലേ ദിവസം നല്ല വണ്ണം ഉറങ്ങാൻ അവർക്ക് സാധിച്ചു. അലി റളിയല്ലാഹു അൻഹു പറയാൻ, വഖദ് റഅയ്തുനാ വമാ ഫീനാ ഇല്ലാ നായിമുൻ ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിങ്ങനെ രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ എല്ലാവരും നല്ലോണം കിടന്നുറങ്ങാണ്. സ്വാഭാവികമായിട്ടും അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളൊരു അനുഗ്രഹമായിരുന്നു. ഇത് യുഗ്ശീകുമുൻ നആസ്, നല്ലൊരു ഉറക്കം നിങ്ങൾക്ക് അല്ലാഹു തന്നു തലേ ദിവസം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി തഹ്ത ശജറത്തിൻ വയബ്കി ഹത്താ അസ്ബഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹത്താ അസ്ബഹ, പ്രഭാതം വരേക്കും പ്രവാചകൻ ഉറങ്ങാതെ പ്രാർത്ഥിക്കുകയായിരുന്നു. അന്ന് മുസ്ലിമീങ്ങളൊക്കെ നല്ലോണം ഉറങ്ങി. ക്ഷീണം ഉണ്ടാകും, യാത്രന്റെ ക്ഷീണം ഉണ്ടാകും. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമായിരുന്നു. അതേപോലെ തന്നെ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല വെയിലുണ്ടാകുമല്ലോ, അപ്പോൾ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് യുദ്ധത്തിന്റെ ഇടയ്ക്ക് ചെറിയൊരു മയക്കം അല്ലാഹു കൊടുത്തു. അതാണ് ഇത് യുഗ്ശീകുമുൻ നആസ് രണ്ടാമത്തെ വിശദീകരണം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അനുഗ്രഹം. മഹാന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൻ-നുആസ് ഫിൽ ഖിതാൽ അമനത്തും മിനല്ലാഹ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന യുഹദ് യുദ്ധത്തിലും അതുണ്ടായിട്ടുണ്ട്. കാരണം ക്ഷീണിക്കുമ്പോൾ ഒന്ന് കണ്ണൊന്ന് മാളി എണീറ്റാൽ ഒന്ന് ഫ്രഷ് ആവും മനുഷ്യന്മാർ. അതൊരു മനുഷ്യന്റെ ഫിത്രത്തിൽപ്പെട്ടതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അൻ-നുആസ് ഫിൽ ഖിതാലി അമനത്തും മിനല്ലാഹ്, യുദ്ധ സന്ദർഭത്തിലുള്ള ഒരു ചെറിയ മയക്കം. യുദ്ധത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു പറയാം, എന്റെ വാളിങ്ങനെ താഴേക്ക് വീണു പോകാറുണ്ടെന്ന്, എന്നിട്ട് ഞാൻ അങ്ങനെ എടുത്ത് യുദ്ധം ചെയ്യും. ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നൊരു അനുഗ്രഹമായിരുന്നു. എന്നാൽ വഫിസ് സ്വലാത്തി മിനശ് ശൈത്താൻ, ചില ആൾക്കാർ നിസ്കരിക്കുമ്പോൾ ഉറങ്ങും, തറാവീഹ് ഇത് ശൈത്താന്റെ ഭാഗത്തു നിന്നാണെന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതായത് നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമസ്കാരത്തിൽ നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ, മയക്കം വരുന്നുണ്ടെങ്കിൽ അത് ശൈത്താന്റെ ഭാഗത്തു നിന്നുള്ള ഉറക്കാണ്. എന്നാൽ യുദ്ധരംഗത്ത് ശത്രുവുമായിക്കൊണ്ട് മുഖാമുഖം നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു മയക്കം ബാധിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ സഹായമായിക്കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചതാകുന്നു. ഇതിങ്ങനെ സഹായം ബദറിലുണ്ടായി. അതുപോലെ തന്നെ അല്ലാഹു മഴ ഇറക്കി, വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറക്കും ബിഹി വയദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ വലിയർബിത അലാ ഖുലൂബിക്കും. അതുപോലെ തന്നെ വയസബ്ബിത ബിഹി അൽ അഖ്ദാം, മുസ്ലിമീങ്ങളുടെ ഭാഗത്തും സമൃദ്ധമായ മഴ കിട്ടി. മുസ്ലിമീങ്ങളുടെ ഭാഗം കുറച്ച് പൊന്തിയ സ്ഥലമായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒലിച്ചു വന്ന് ശത്രുവിന്റെ ഭാഗത്ത് അടിഞ്ഞുകൂടി അവിടെ ചളിയായി.
ശത്രുവിന്റെ പാദം ഉറക്കാതെ. എന്നാൽ മുസ്ലിമീങ്ങൾ നിന്ന സ്ഥലമാകട്ടെ ആ മഴ കിട്ടി നല്ലവണ്ണം കുറച്ച് ഉറച്ച സ്ഥലമായി മാറി. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്കൊന്ന് കുളിക്കാനും ഒന്ന് ഫ്രഷ് ആകാനും ഒക്കെ അവർക്ക് സഹായം ലഭിച്ചു. ഇതൊക്കെ അള്ളാഹു അവരെ സഹായിച്ചു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണലെടുത്ത് യുദ്ധം തുടങ്ങുമ്പോൾ പ്രവാചകൻ ശത്രുവിന്റെ കണ്ണിലേക്ക് എറിഞ്ഞു. ഒമാ റമൈത ഇത് റമൈത വലാകിന്നല്ലാഹ റമ. സൂറത്തുൽ അൻഫാലിൽ കാണാം. ഇങ്ങനെ പല രീതിയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായം എന്തുകൊണ്ട് കിട്ടിയതാണ്? അവിടെ എണ്ണ മുസ്ലിമീങ്ങൾ കുറവായിരുന്നു. ആ എണ്ണത്തിന്റെ ബലത്തിലല്ല കിട്ടിയത്, അല്ലെങ്കിൽ ആയുധ ബലത്തിലുമല്ല. അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി അത് കളങ്കമില്ലാതെ, ശിർക്കില്ലാതെ, ബിദ്അത്തുകളില്ലാതെ അത് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് അള്ളാഹുവിന്റെ സഹായം കിട്ടിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്ര ചെറിയ ചെറിയ കൊച്ചു സംഘങ്ങളാണ് വലിയ സംഘങ്ങൾ അതിജയിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി. അപ്പൊ അള്ളാഹിന്റെ അനുവാദം കിട്ടണമെങ്കിൽ ഈ ഒരു രീതി അഖീദൊക്കെ ശരിയാകണം. അതുപോലെ തന്നെ സഹോദരന്മാരെ, ആ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾ, അവരാണ് ബദരീങ്ങൾ എന്ന് പറയാം. ചില ആൾക്കാർ ബദരീങ്ങൾ പാപ്പേന്ന് വരെ വിളിക്കണ കാണാം. ഇത് ഒരാളെന്ന വിചാരം. അങ്ങനെയല്ല. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ 313 ആളുകളും ബദരീങ്ങളാണ്. അതിൽ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബദരീങ്ങൾക്ക് ഈ മുസ്ലിം സമുദായത്തിൽ വലിയ ശ്രേഷ്ഠതയുണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല. ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം മഹാന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക്. പ്രവാചകൻ ചോദിച്ചു, മാ തഅദ്ദൂന അഹ്ലി ബദരിൻ ഫീക്കും. നബിയെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്, നിങ്ങൾ എന്താണ് കരുതുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ. ഇന്നും ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളിൽ ഏറ്റവും അഫ്ളലായ ആളുകളാണ്, ഏറ്റവും അതിശ്രേഷ്ഠന്മാരായ ആളുകളാണ് ബദറിൽ പങ്കെടുത്ത 313 ആളുകളും. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിന് മറുപടി കൊടുത്തു, വകദാലിക മൻ ശഹിദ ബദറൻ മിനൽ മലായികതി. അള്ളാഹുവിന്റെ വാനലോകത്തുള്ള കോടാനുകോടി മലക്കുകളുണ്ട്. അള്ളാഹുവിന് മാത്രമേ മലക്കുകളെ എണ്ണറിയുള്ളൂ. ആ മലക്കുകളിൽ ബദറിൽ പങ്കെടുത്ത 1000 മലക്കുകളാണ് ആ വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളിലും ഏറ്റവും ശ്രേഷ്ഠരായ, അതിശ്രേഷ്ഠരായ 1000 മലക്കുകളാണ് ഈ ബദറിൽ പങ്കെടുത്ത മലക്കുകളെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം ബദറിൽ പങ്കെടുത്തത് മലക്കുകളാണെങ്കിലും മനുഷ്യരാണെങ്കിലും അതിശ്രേഷ്ഠന്മാരാണ്. അതാ ബദറിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ബദരീങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. ഇത് ബദരീങ്ങളുടെ പ്രത്യേകതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യുദ്രീക ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദരിൻ. പ്രവാചകൻ പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഫഖാല ഇഅ്മലൂ മാ ശിഅ്തും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ. ഖദ് ഗഫർതു ലക്കും. ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. ഇത് ബദരീങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമുക്ക് അള്ളാഹ് അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ട് നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? എന്ത് ചെയ്താലും അള്ളാഹ് പുറത്തിരുന്നാണെങ്കിൽ പരമാവധി തോന്നിയാസം ചെയ്യാനല്ലേ നമ്മളൊക്കെ ചിന്തിക്കുക. എന്ത് ചെയ്താലും അള്ളാഹ് പുറത്തുവരുമല്ലോ, പിന്നെ എന്താ പേടിക്കാനുള്ളത്? പക്ഷെ ബദരീങ്ങൾ അങ്ങനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും അവർ തിന്മകളിലേക്ക് പോകാതെ ജീവിതം സൂക്ഷിച്ചു. അത് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്. മഹാനായ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹാത്തിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബദറിൽപ്പെട്ട സഹാബിയാണ്. അപ്പൊ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് പരാതി പറഞ്ഞു. എന്താ പരാതി? യാ റസൂലല്ലാഹ് ലാ യദ്ഖുലുന്ന ഹാത്തിബുൻ അന്നാർ. ഹാത്തിബ് എന്തായാലും നരകത്ത് പോകും നബി എന്ന് പറഞ്ഞു. കാരണം മൂപ്പര് എന്റെ യജമാനാണ് അദ്ദേഹം, അത് എന്നെ ചെറിയ രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പറഞ്ഞു. ഹാത്തിബ് നരകത്തിലാണ് നബി എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കദബ്ത, നീ പറഞ്ഞത് കളവാണ്, ഒരിക്കലും സംഭവിക്കൂല. ലാ യദ്ഖുലുഹാ, ഹാത്തിബ് ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഇന്നഹു ശഹിദ ബദ്റൻ വൽ ഹുദൈബിയ. ഹുദൈബിയയിലും അതുപോലെ തന്നെ ബദറിലും പങ്കെടുത്തൊരു മനുഷ്യൻ ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബദരീങ്ങളെ പ്രത്യേക, ബദരീങ്ങൾ ആരും അവർക്കൊരിക്കലും നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകില്ല. അതുപോലെ തന്നെ അവർ ആരും സ്വർഗമില്ലാത്തവർക്ക് പ്രതിഫലമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയാണ് സഹോദരന്മാരെ ബദർ നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ ഒരു പ്രയാസം വരുമ്പോൾ ബദർ മൗലൂദ് ചെല്ലുന്ന റമദാൻ, നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇനിയിപ്പോൾ റബീഉൽ അവ്വൽ 17 വന്ന നമ്മുടെ സുമ്മത്ത് എന്താ കാട്ടിക്കൂട്ടുന്നത്? ഈ ബദറിൽ പങ്കെടുത്ത ആളുകൾ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അള്ളാഹ് പറഞ്ഞു. അള്ളാഹിനോട് ചോദിച്ചപ്പോൾ അള്ളാഹ് നിങ്ങൾക്ക് ഉത്തരം നൽകി. ആ ബദരീങ്ങൾ അള്ളാഹിനോട് ചോദിച്ചപ്പോൾ അള്ളാഹ് ഉത്തരം കൊടുത്തെങ്കിൽ അതേ ബദരീങ്ങൾ വിളിച്ചുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. യാ മൻ ബിഹി ഹല്ലറദാ വ മൻ ബിഹം മിന്നകിദ ഖുൽനാ ദിയം മുസ്തൻജിദൻ യാ അഹ്ല ബദരി ശുഹദാ. ഇതാണ് ബദർ ബൈത്തിലുള്ളത്. എന്താണ് യാ മൻ ബിഹി ഹല്ലറദാ? ഒരു പ്രയാസം വന്ന മനുഷ്യ,
വമം ബിഹമ്മിന്നക്കിത, നിനക്ക് വല്ല മനപ്രയാസമുണ്ടോ, ക്ലേശമുണ്ടോ, ശാരീരികമായ പ്രയാസമുണ്ടോ, അതുപോലെ തന്നെ മാനസികമായ പ്രയാസമുണ്ടോ, ഖുൽ നാദിയം മുസ്തജിദ്ദൻ, നീ ആവേശത്തോടുകൂടി വിളിച്ചോ, യാ അല്ലാഹ്ന്നല്ല, യാ അഹ്ല ബദരി ശുഹദാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അള്ളാഹുവിന്റെ ബദരീങ്ങൾ വിളിച്ചത് അള്ളാനാണ്, എന്നാൽ ഈ ബദരീങ്ങൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇത് ഇസ്തിഗാസ നടത്തുന്നു, തവസ്സുലാക്കുന്നു. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലി ബദരി ശുഹദാ. ഇതൊക്കെ ആളുകൾ ഇങ്ങനെ ഈ റമദാൻ മാസം 17 വന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മഹ്ദറത്തുൽ ബദരിയത്തും അതുപോലെ തന്നെ മജ്ലിസുന്നൂറും ഒക്കെ നടത്തുന്നു, ബദരീങ്ങളെ അറിവ് നടത്തുന്നു. എന്താ നമ്മൾ അള്ളാന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചോനെ, എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ ബലികർമ്മവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്റെ ബലികർമ്മം എന്ന്. അപ്പൊ ബിസ്മി ചൊല്ലി ഇറക്കണത്, ബിസ്മി ചേർത്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ അവർ ആരെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് അറക്കുന്നത് എങ്കിൽ അവർക്കാണ് അറിവ് പോകുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, ബദരിയും മറ്റേ മക്കത്തെ മുശ്രിക്കുകൾ അറിവ് നടത്തിയപ്പോ അവരും ബിസ്മി ചൊല്ലിയിരുന്നു. പക്ഷെ അവർ ആരെ പ്രീതിയാണ് ആഗ്രഹിച്ചത്? ലാത്തയുടെയും മസ്ജിയുടെയും മനാത്തയുടെയും തൃപ്തി ആഗ്രഹിച്ചാൽ അത് അവർക്കുള്ള ആരാധനയായിക്കൊണ്ടാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബിസ്മില്ല എന്നതിന് പേര് പറഞ്ഞിട്ടും കാര്യമില്ല, അത് ബിസ്മി ചൊല്ലി അറുത്തിട്ടും കാര്യമില്ല. അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് അറുക്കുന്നതെങ്കിൽ അത് അവർക്കുള്ള അറിവാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച്, ബദർ ദിനം വന്നാൽ 313 ആടുകൾ അറക്കും ചില ആൾക്കാർ, 313 പോത്തുകൾ അറക്കും. നിങ്ങൾ ആലോചിച്ച്, ഇതൊക്കെ ആരെയാണ് ഈ ആടും പോത്തും ആക്കണത്? ഈ ആരുടെ എണ്ണത്തിനാണ് ഈ ആടും പോത്തും അറക്കണത്? ഇതൊക്കെ മുസ്ലിമീങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഇതൊന്ന് വിമർശിക്കാൻ വേണ്ടി ചിന്തിക്കാൻ വേണ്ടി പറയണം. ബദറിൽ നിന്ന് മുസ്ലിമീങ്ങൾ പഠിക്കേണ്ട പാടെന്ന് വെച്ചാൽ അവർ പ്രാർത്ഥിച്ച പോലെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഒരു പ്രയാസം വന്നാൽ പടച്ചറബിനെ മറക്കാതിരിക്കുക. ഒരു പ്രയാസം വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നമ്മൾ അടുക്കുക എങ്കിൽ അള്ളാഹുവിന്റെ സഹായം ബദരീങ്ങൾ കിട്ടിയതുപോലെ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഒരിക്കലും അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, അവസാനത്തെ 10ലേക്കാണ് നമ്മൾ ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പ്രവേശിക്കുന്നത്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരുന്ന, പ്രവാചകൻ പ്രത്യേകമായി കൊണ്ട് ആരാധനകളിൽ മുഴുകിയിരുന്ന ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയും അതുപോലെ തന്നെ ജാഗ്രതയും നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാകണം. പ്രവാചകൻ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞ ശദ്ദ മിഅ്സറഹു വഅയ്ഖദ അഹ്ലഹു, തന്റെ അരയെടുപ്പ് പ്രവാചകൻ മുറുക്കിയെടുക്കും. അഥവാ പള്ളിയിലൊക്കെ ഇത്തിക്കാഫിരുന്ന് ഖുർആനിലേക്കും അതുപോലെ തന്നെ അള്ളാഹുലേക്കും ഒക്കെ കൂടുതൽ അടുക്കുന്ന ഒരു പ്രവണതയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന് ഒഴിഞ്ഞ് ആളുകളിൽ നിന്ന് സംസാരങ്ങളൊക്കെ ഒഴിവാക്കി പള്ളിയിൽ കുറച്ചു നേരം ആ നിയ്യത്തോടുകൂടി ഇത്തിക്കാഫിരിക്കുക. അതിന് പ്രത്യേകമായ നിയ്യത്തുകളൊന്നും ചില പള്ളികളിൽ കാണാം. ഇത്തിക്കാഫിന്റെ നിയ്യത്ത് ഇങ്ങനെ എഴുതി വെച്ച് കാണാം. എല്ലാ ഇബാദത്തുകൾക്കും നിയ്യത്ത് വേണം. ഇപ്പൊ ജുമാക്ക് പങ്കെടുക്കണമെങ്കിൽ നിയ്യത്ത് വേണം. ജുമാന്റെ നിയ്യത്ത് ഇവിടെ എഴുതിച്ചിട്ടില്ലല്ലോ. ഏത് ഇബാദത്താണെങ്കിലും ഇന്നമൽ അമാലു ബിന്നിയാത്ത്, വുളു എടുക്കുമ്പോൾ നിയ്യത്ത് വേണം. വുളുവിന്റെ നിയ്യത്തുകളോട് എഴുതിച്ചു കണ്ടണം. എല്ലാത്തിനും നിയ്യത്ത് വേണം. നിയ്യത്ത് വേണമെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിയ്യത്തിന്റെ ലഫ്ള് പറഞ്ഞിട്ടില്ല. അത് മനസ്സിൽ കരുതുക. ഇഅ്തികാഫിലാനാണ് എന്നുള്ളത് മനസ്സിൽ കരുതി കഴിഞ്ഞാൽ പിന്നെ ആ ഇഅ്തികാഫിന്റെ അദബുകൾ പാലിച്ചുകൊണ്ട് ആവശ്യമില്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും ചിന്തകളൊന്നുമില്ല. അള്ളാഹുവിലേക്ക് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ ഖബറിൽ എങ്ങനെയാണ് ഉണ്ടാകുക, അതേ ഒരു ചിന്തയിൽ അവൻ ഇഅ്തികാഫിന്റെ നിയത്തിൽ പള്ളിയിലിരിക്കണം. അതിന് ഒറ്റ രാത്രി ഇരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഇരിക്കാം. ഇനി രാത്രി മാത്രമാണെങ്കിൽ അങ്ങനെ ഇരിക്കാം. 10 ദിവസം ഇരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ ഇരിക്കാം. ഇതൊക്കെ ഇസ്ലാമിൽ അനുവാദമുള്ള കാര്യമാണ്. ഏതായിരുന്നാലും നമ്മൾ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു രാത്രിയെങ്കിലും കഴിയുന്ന ആളുകൾ ഇഅ്തികാഫിരിക്കണം. അത് പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഈ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു സുന്നത്ത് നമ്മൾ പ്രവാചകൻ ചെയ്തത് ചെയ്യാതെ വിടരുത്. അതുകൊണ്ട് 10 ദിവസം ഇരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ ഇരിക്കാം. അത് ആണുങ്ങൾക്കും ഇരിക്കാം, പെണ്ണുങ്ങൾക്കും ഇരിക്കാം.
റസൂലുള്ളാഹിന്റെ ഭാര്യമാർ പള്ളിയിൽ വന്ന് ഇത്തിക്കാഫിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തർക്കമാണ്, പെണ്ണുങ്ങൾക്ക് പള്ളിക്ക് പോകാൻ പറ്റും, വേറെ ലോടത്തേക്ക് പോകാൻ ഒരു തർക്കമില്ല. അങ്ങാടിക്ക് പോകാം, കല്യാണത്തിന് പോകാം, ഷോപ്പിംഗ് മാൾക്ക് പോകാം, രാത്രി വേദന പോകാം, ഉച്ചക്ക് ക്ലാസ്സിന് പോകാം, പള്ളിന്റെ അടുത്തുനിന്ന് മദ്രസന്ന് ഉച്ചവരെ ക്ലാസ് എടുത്ത് ബാങ്ക് കൊടുത്ത് വിട്ടു പോകാൻ, ആ പള്ളി കയറാൻ പാടില്ല. ഇതൊക്കെ അനാവശ്യമായ തർക്കങ്ങളാണ്. പള്ളിയിൽ വന്ന് ശുദ്ധിയുള്ള സ്ത്രീകൾക്ക് അദബുകൾ പാലിച്ചുകൊണ്ട് ഭർത്താവിന്റെ അനുവാദത്തോടുകൂടി ഏത്തിക്കാഫിരിക്കുന്നതുകൊണ്ട് ഇസ്ലാമിൽ യാതൊരു തടസ്സവുമില്ല. റസൂലുള്ളാഹിന്റെ മരണശേഷം പോലും പ്രവാചകന്റെ ഭാര്യ ഏത്തിക്കാഫിരുന്നു. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ പർച്ചേസിങ്ങുള്ളതായിട്ട് നമ്മൾ കാണാൻ പാടില്ല. കൂടുതൽ പുണ്യങ്ങൾ, പ്രത്യേകിച്ചും രാത്രി സമയങ്ങൾ, നമ്മൾ അനാവശ്യമായ കാര്യങ്ങളൊന്നും ഇല്ലാതെ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്ന് എന്നോടൊന്നും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമുക്കറിയാം മുസ്ലിം ലോകം ഇന്നൊരു യുദ്ധത്തിന്റെയും അതുപോലെ തന്നെ ഒരു ഭീതിയുടെയും ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്രയും വലിയ തെമ്മാടിത്തരങ്ങളാണ് അവർ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ എതിരെ അവിടുത്തെ ഭരണാധികാരികളെ വധിക്കുക, അവിടുത്തെ സാധാരണക്കാരായ ആളുകളെ വധിക്കുക, നിഷ്ഠൂരമായി വധിക്കുക, പിഞ്ചു കുഞ്ഞുങ്ങളെ, സ്കൂളിലുള്ള കുഞ്ഞുങ്ങളെ പോലും ബോംബ് ഇട്ട് നശിപ്പിക്കുക. പക്ഷെ അതിലെന്തൊരു മനസാക്ഷിക്കുത്തുമില്ലാത്ത അത്രയും ഒരു വൈകൃത മനസ്സിന്റെ ഉടമകളാണവർ. ഇത് നമ്മൾ കൃത്യമായി കൊണ്ട് പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് രാവിലെ ഖത്തറിൽ എന്റെ സഹപാഠി സുഹൃത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ആലോചിച്ച് നോക്കണം, നമ്മുടെ രാവിലെ നമുക്കൊരു പ്രയാസവും പേടിയില്ല. പക്ഷെ ഒരു യുദ്ധം, ഒരു മിസൈൽ നമ്മുടെ തലന്റെ മുകളിൽ കൂടെ പോയാൽ നമ്മുടെ എല്ലാ മനസ്സമാധാനവും തകരാണ്. അദ്ദേഹം ജോലിക്ക് പോകുമ്പോൾ കുടുംബത്തിന് പേടിയാണ്. അവിടെ ആകുമ്പോൾ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് പേടിയാണ്, അദ്ദേഹത്തിന്റെ അവസ്ഥ ആലോചിച്ച് കുടുംബത്തിന് പേടിയാണ്. ഇതാണ് എല്ലാ പ്രവാസികളുടെയും അവസ്ഥ. അപ്പോൾ വലിയ പ്രയാസത്തിലാണ് അവരുള്ളത്. നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു പ്രയാസത്തിന് ഘട്ടത്തിൽ പോലും പിഴച്ച വിശ്വാസ ആചാരങ്ങൾ സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൊല്ലപ്പെട്ട മനുഷ്യൻ, അവിടുത്തെ നേതാവ്, ഇറാന്റെ പരമോന്നത നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു ഷീ പണ്ഡിതനാണ്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച ഖുർആനും പ്രവാചകന്റെ സുന്നത്തുകളും അതുപോലെ തന്നെ പ്രവാചകന്റെ സഹാബത്തും അവർക്കൊരു അദബും അതുപോലെ തന്നെ മര്യാദയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ ചീത്ത പറയുകയും കാഫിറാക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഷിയാക്കൾ. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഇമാമായി കാണുകയോ അതല്ലെങ്കിൽ അവരെ ഷഹീദായി പറയുകയോ ചെയ്യുന്ന പ്രവണത നമുക്കുണ്ടാകാൻ പാടില്ല. അത് ഇസ്ലാമികമായി കൊടുത്തിട്ട് അത് നമ്മൾ പറയണം. അതേ സമയത്ത് ഒരു രാജ്യത്തിന്റെ എതിരെ ശത്രുക്കൾ നടത്തുമ്പോൾ ആ രാജ്യത്തിന് പ്രതിരോധിക്കാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ വിഷയം, അത് രാഷ്ട്രീയമാണ്. പക്ഷെ അതിനിടയിൽ നമ്മുടെ മതവിശ്വാസം തകർന്നു പോകുന്ന നമ്മുടെ നേതാക്കന്മാരെ, റസൂലുള്ളാഹിനെയും സഹാബത്തിനെയും ഒക്കെ ചീത്ത പറയുന്ന ആളുകളെ അവർ വധിക്കപ്പെടുമ്പോൾ അവർ ഷഹീദാണ് എന്ന പദവി നൽകി ആദരിക്കുന്നത് ശരിയല്ല. കാരണം ഷഹീദ് എന്ന് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ എന്നർത്ഥം. അത് ഒരാളെ പറ്റിയും പറയാൻ പാടില്ല. ഇനി മുസ്ലിമി ആണെങ്കിൽ പോലും അഹ്ലുസുന്നയാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ ശത്രുവിന്റെ കരങ്ങളാൽ കൊല്ലപ്പെട്ടാൽ ഇന്ന വ്യക്തി ഷഹീദാണ് എന്ന് പറയുന്ന രീതി ഇസ്ലാമിലില്ല. അത് ഇസ്ലാമികമായിട്ട് ശരിയല്ല. കാരണം ഇമാം ബുഖാരിയുടെ കിതാബുൽ സഹീഹ് ബുഖാരിയിൽ ബാബു ലാ യുഖാലു ഫുലാനു ഷഹീദ് എന്ന് പറയുന്ന അധ്യായം തന്നെ കാണാൻ കഴിയും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് മൊത്തത്തിൽ ഷഹീദ് എന്ന് പറയാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദുകളാണ് എന്ന് മൊത്തത്തിൽ പറയാമെന്നല്ലാതെ ഒരു വ്യക്തിയെക്കുറിച്ച് ഇന്ന ആള് ഷഹീദാന്ന് പറയാൻ പാടില്ലെന്നാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അത് സുന്നിയാണെങ്കിലും ഷിയാണെങ്കിലും ആരാണെങ്കിലും അത് തന്നെയാണ് വിശ്വാസം. അതുകൊണ്ട് അഖീദകളൊക്കെ ശരിക്കും മനസ്സിലാക്കുക. ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിലും നമ്മുടെ അഖീദ ചോർന്നു പോകാതെ ഇത് നമുക്കൊരു പരീക്ഷണമെന്ന് കൂട്ടിയാൽ മതി. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ റമദാനിൽ ജുമാക്ക് ശേഷം കലശെടുക്കുന്ന വെച്ചാൽ നമ്മുടെ ഈ പള്ളിയുടെ കലശം തന്നെ എല്ലാ ആളുകളും സഹകരിക്കണം. പ്രത്യേകിച്ച് റമദാനിൽ നമുക്കറിയാം ചെലവുകൾ കൂടും. തറാവീഹ് ഒക്കെ നമ്മൾ സാധാരണ ജനറേറ്റർ ഇട്ടൊക്കെ നടത്താറുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തികമായി നല്ല പ്രയാസങ്ങൾ ഉള്ളൊരു ഘട്ടം കൂടിയുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും ആത്മാർത്ഥമായി നമ്മുടെ പള്ളിയെ സഹായിക്കണം എന്നും കൂടി ഉണർത്തുന്നു. സ്ത്രീകളും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ലോകത്തുള്ള വിവിധ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ വിവിധ നാടുകളിലുള്ള മുസ്ലിം സമുദായത്തെയും അള്ളാഹു കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും നമ്മുടെ നാടിനെയും അതുപോലെ നമ്മുടെ സമൂഹത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗം മൂലം പ്രയാസപ്പെടുന്ന, മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ സഹോദരന്മാരും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ചിരിക്കുന്ന നോമ്പുകളും അതുപോലെ നമ്മൾ നൽകിയ സദഖകളും
നോമ്പുകളും സക്കാത്തുകളുമെല്ലാം അള്ളാഹു പൂർണ്ണമായി നമ്മിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. അതിൽ വന്നിട്ടുള്ള പോരായ്മകൾ അള്ളാഹു നികത്തി അവന്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഅ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലൈഹി